CPM ഭരിക്കുന്ന ഏതൊരിടമാണെങ്കിലും ഏതൊരു പഞ്ചായത്തോ ഏതുമാവട്ടെ അവിടെയെല്ലാം അഴിമതികളുടെ കണക്കുകൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വീണ്ടും അത്തരത്തിലുള്ള ഒരു അഴിമതി കഥയാണ് പുറത്തു വരുന്നത്. ഒന്നും രണ്ടുമല്ല, 35 ലക്ഷമാണ് കൈക്കൂലിയായി വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ചർച്ചയായിരിക്കുന്നത് ഒരു ഇടതുപക്ഷ നേതാവിന്റെ വോയിസ് റെക്കോർഡ് തന്നെയാണ്, ഒരു ഫോൺ കോൾ റെക്കോർഡ് തന്നെയാണ് വൈറലാവുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന ആനാട് പഞ്ചായത്തിന്റെ അഴിമതികളെ കുറിച്ച് നിലവിലെ മെമ്പറും അതുപോലെ മുൻ വൈസ് പ്രസിഡന്റും CPM നേതാവുമായ കൊല്ലങ്കാട് അനിലിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വലിയ രീതിയിലുള്ള അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ആനാട് സുരേഷ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും വിവാദമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത്. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം ചെയ്യാത്ത ജോലിക്ക് പണം കിട്ടിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം മന്ത്രി വരുന്ന പരിപാടിയിൽ പങ്കെടുത്തില്ല എങ്കിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് 100 രൂപ ഫൈൻ കൊടുക്കുമെന്ന് പറഞ്ഞ് വോയിസ് ക്ലിപ്പ് വരെ ഇറങ്ങിയ ഒരു ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം പദ്ധതി വിഹിതം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കും ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരുടെ ബന്ധുക്കൾക്ക് വീതിച്ചു കൊടുത്ത ചരിത്രമുണ്ടാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത്, പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗം തന്നെ ആനാട് ഗ്രാമപഞ്ചായത്തിലെ മൂഴി എന്ന സ്ഥലത്ത് ഊന്നുപാലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 5 നില കെട്ടിടത്തിന് നമ്പരിട്ട് കൊടുത്തുകൊണ്ട് ഏകദേശം 35 ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും CPMന്റെ നേതാക്കന്മാരും കൈപ്പറ്റി എന്ന് പറയുന്ന നിലവിലെ പഞ്ചായത്ത് മെമ്പറും ആ ഭരണസമിതിയിൽ തന്നെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ പഞ്ചായത്ത് പ്രതിനിധി ഒരു പഞ്ചായത്ത് ജീവനക്കാരൻ അവിടെ നിന്ന് പുറത്താക്കിയ ഒരു ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരനോട് സംസാരിക്കുന്ന വോയിസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഗ്രാമപഞ്ചായത്ത് അവനും അവളും കൂടെ ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 35 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട്, അതായത് ഈ കെട്ടിടത്തിന് ഫയർ NOCയോ അതോടൊപ്പം പാർക്കിംഗ് സൗകര്യമോ ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് നമ്പരിട്ട് കൊടുത്തുകൊണ്ട് ഏകദേശം 35 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ഈ മെമ്പർ ആരോപണം ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഒട്ടനവധി സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് ഈ മെമ്പറുടെ ഈ ആരോപണം വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്, ഇത്രയും വലിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം, സത്യപ്രതിജ്ഞ, അതായത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് അനുസരിച്ച് ഒരു ജനപ്രതിനിധികൾ ഇത്രയും രീതിയിലുള്ള ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തെ നേരിടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് ഇതേപോലെ തന്നെ ഒരു പഞ്ചായത്ത് അംഗം തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട്, കോൺഗ്രസ് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് അവർ ആത്മഹത്യയിലേക്ക് നയിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു CPMൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ ഈ ഒരു വിഷയം? അത് ഒരു വ്യക്തമായി അവരൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ ബുദ്ധിമുട്ട് വന്ന അവരെ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ശ്രീജയെ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലും CPMന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യനാട് ജംഗ്ഷനിൽ നടത്തിയ അവര് കള്ളിയാണെന്നും അതോടൊപ്പം അവർ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM അവിടെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ഗുരുതരമായില്ല, അവർ സാമ്പത്തികമായി കടം വാങ്ങിച്ചിട്ട് അത് കൊടുക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മെമ്പറെ ഇത്രയും വ്യക്തിഹത്യ നടത്തി അവർ മാനസികമായി തകർന്ന് അവർ ആത്മഹത്യയിലേക്ക് പോയത്. അതല്ല, ഈ സംഭവം എന്ന് പറയുന്നത് CPMന്റെ നേതാവ് തന്നെ, ലോക്കൽ കമ്മിറ്റി അംഗമായ CPMന്റെ മൂഴി ലോക്കൽ കമ്മിറ്റി അംഗമായ പഞ്ചായത്ത് മെമ്പറും ആ ഭരണസമിതിയിൽ 2.5 വർഷം മാറ്റി, ആദ്യ ഭരണസമിതിയിൽ 2.5 വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കൊല്ലങ്കാവ് അനിൽ പറയുകയാണ്, 35 ലക്ഷം രൂപ ഭരണസമിതി അംഗങ്ങളും പാർട്ടിയുടെ ലീഡർഷിപ്പും ചേർന്ന് വാങ്ങിച്ചുകൊണ്ട് അത് വീതം വെച്ചെടുത്തു, എനിക്ക് കിട്ടിയില്ല എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റേ ശ്രീജയുടെ വിഷയം എന്ന് പറയുന്നത്, ശ്രീജ സാമ്പത്തികമായി വാങ്ങിച്ചു, അത് കൊടുക്കാൻ അല്പം താമസിച്ചു പോയതിന്റെ പേരിലാണ് അവരെ കള്ളി എന്ന് ആരോപിച്ചുകൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, മാനസികമായി തകർന്ന ആത്മഹത്യയിലേക്ക് നയിച്ചത്. സത്യം പറഞ്ഞാൽ CPMന് എന്തും ഈ കേരളത്തിലാവാം എന്നുള്ളൊരു സംഭവം തന്നെയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സാധാരണക്കാരനായ ഒരു പാർട്ടി CPMന്റെ പ്രവർത്തകനല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഒരു നീതിയും,
പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ വേറെ സാധാരണക്കാരായ വേറൊരാളാണെങ്കിൽ മറ്റൊരു രീതിയുമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഈ ഗവൺമെന്റും ഈ CPM ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഒരു വിഷയത്തില് മുകളിലുള്ള ആൾക്കാരാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്, പാർട്ടിക്ക് മുകളിലുള്ള ആൾക്കാർ. പക്ഷെ അവർ ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് CPM ഗുണ്ടകൾക്ക് എന്തുമാവാം എന്നുള്ളത്. CPM ഭരിക്കുന്ന ഓരോ പഞ്ചായത്ത് അംഗങ്ങളും ഗുണ്ടകൾ തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം അവിടെയുള്ള ജനങ്ങൾ പോലും അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും ഇതിനെതിരെ എന്താണ് കോൺഗ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഇത് സംബന്ധിച്ച് CPM ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്, CPM 2 ലോക്കൽ കമ്മിറ്റികളും നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്നുകൊണ്ട് ആ ലോക്കൽ കമ്മിറ്റികൾക്ക് ഏരിയ കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ഈ ഗുരുതരമായ ആരോപണത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് മെമ്പർമാരെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടാണ് ഇവർ നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്ന നേതാക്കന്മാരും ഈ പണം പറ്റിക്കൊണ്ടാണ് ഈ മറ്റ് ഇതിലുമായി ബന്ധപ്പെട്ട് പണം പറ്റിയ പഞ്ചായത്ത് മെമ്പർമാരെ നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരെയും, അതായത് പണം പറ്റിയ പാർട്ടി നേതാക്കന്മാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ഹലോ നമ്മള് ചത്ത ഉണ്ടോന്ന് വിളിക്കില്ലല്ലോ ഇപ്പം. ചത്ത ഉണ്ടോന്ന് ചോദിക്കില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് 2 തവണ തന്നെ വിളിച്ചു, കിട്ടിയില്ല. പൗരിക പാലോട് വന്നപ്പോഴും വിളിച്ചു, 2 സമയത്തും കിട്ടിയില്ല. പിന്നീട് ഞാൻ മറന്നുപോയി വിളിക്കുന്നു. പല ദിവസവും എല്ലാ ദിവസവും ഓർമ്മിക്കുന്നില്ല. പിന്നെന്താ വിശേഷം? പഞ്ചായത്ത് എങ്ങനെ പോണം? പഞ്ചായത്ത് എന്തായാലും മറ്റേ അവളെയും പറഞ്ഞത് തന്നെ പൈസ ഉണ്ടാക്കണം തീർത്ത് തന്നെയല്ലേ. 30 ലക്ഷം 35 ലക്ഷം രൂപ ഒരു വീട്ട് നമ്പർ അനധികൃതമായിട്ട് ഇട്ട് കൊടുത്തതിൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് തന്നെ. ഇവരെല്ലാം കൂടെ വീതം വെച്ചെടുത്ത് എല്ലാം പാർട്ടി ലീഡർഷിപ്പും കൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തോണ്ട് പറയുന്നു. എവിടെ? പാർട്ടി ഓഫീസില്ലേ, നമ്മുടെ മൂഴി LC ഓഫീസ്. അതിന്റെ തൊട്ടടുത്തൊരു 4 നില കെട്ടിടം ഉണ്ടായിരുന്നല്ലോ. അത് സജീവമാണ് എന്റെ ഓപ്പറേഷൻ. അവിടുത്തെ ഭരണന്മാരാണ് പ്രസിഡന്റും പാടൻ നിസാറ്, സജീവ്, ബാങ്കുകളൊക്കെ. നമ്മളൊന്നും അടുപ്പിക്കൂല. നമ്മള് പിന്നെ വല്ല കമ്മിറ്റി ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകും. ഇത്രയാണ്. 30 ലക്ഷം രൂപ. അതാണ് ഇത്രയും വലിയ ബിൽഡിങ്ങിന് 30 ലക്ഷം രൂപ. പലർക്കായിട്ട് എല്ലാ മെമ്പർമാർക്കും കൂടെ കൊടുക്കുകയാണെന്നും പറഞ്ഞാൽ അത്രയും ആവശ്യമെന്നാണ് പറയുന്നത്. അത് മൊത്തം വയലേഷനാണ്. ബാക്കിൽ സെറ്റ് ബാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടും പാർക്കിങ്ങും ലിസ്റ്റ് ഒന്നുമില്ല. 4 നിലയില്ലേ, 4 നിലയും ടവറുമാണ്. അത് AI ഒക്കെ എങ്ങനെ സ്വാധീനിച്ചെന്നുള്ള അറിഞ്ഞൂടാ. AI പഴയ AI അല്ലേ? ഷാരോൺ. ഓഹോ. ഓക്കെ. അതുള്ള വിവരാവകാശമൊക്കെ ചോദിച്ചു, കാര്യമൊന്നുമില്ല. കാര്യമൊന്നുമില്ല.